ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇസഡ് ഫോൾഡ് 7 ആണ്. സോ നിങ്ങളിപ്പോൾ ഇതിനിടയിൽ തന്നെ നിങ്ങൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് മറ്റ് വീഡിയോകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം. സോ ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി ഇസഡ് ഫോൾഡ് 7. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലിമ്മാണ് ഈ ഒരു ഡിവൈസ്. ഈ കാണുന്ന തിക്നെസ് എന്ന് പറയുന്നത് 4.2 mm തിക്നെസ് ആണ്. അപ്പോൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാംസങ്ങിൻ്റെ സ്ലിം ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഈ കാണുന്നത് പോലെ ഈ ഫോൾഡ്, അതായത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 8 ഇഞ്ചാണ്. അതുപോലെ ഒരു ബോക്സി സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് സെറാമിക് 2 പ്രൊട്ടക്ഷനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന പോലെ ഈ സൈഡ് വശങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്ലിമ്മാണ്, എന്നാൽ ക്യാമറ ചെറുതായിട്ട് കുറച്ച് നിൽക്കുന്നതായിട്ടും കാണാം. ഓവറോൾ സ്ലിമ്മാണ് ഈ ഒരു ഹാൻഡ്സെറ്റ്. അതുപോലെ കൈകളിലൊക്കെ മടക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ലിമ്മാണ്. ഒരു വെയിറ്റുള്ള അല്ലെങ്കിൽ ഒരു ഇത്രയും ഒരു വലിയ വെയിറ്റ് ആയിട്ടൊന്നും നമുക്കിത് ഫീൽ ചെയ്യത്തില്ല. ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും വളരെ സിമ്പിളാണ്. ഈ കാണുന്ന ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു സാധാ നമ്മുടെ കൈകളിലൊക്കെയുള്ള സാധാ സ്മാർട്ട് ഫോണല്ല, ഒരു നോർമൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സും ഈ ഫോൾഡിൻ്റെ തിക്നെസ്സും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ വിഷ്വൽ കാണുന്ന നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സ്ലിമ്മാണ് ഈ ഫോൾഡ് 7 എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മുന്നേ ഇറങ്ങിയ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോൾഡ് 6ൻ്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ മുന്നിൽ കുറച്ച് അത്യാവശ്യം നല്ല ബെസലുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ബെസൽസൊക്കെ കുറച്ചിട്ടുണ്ട്. അതുപോലെ ഫിംഗർ ലോക്ക് സൈഡിലായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അതും വളരെ നല്ല ഫാസ്റ്റാണ്. പിന്നെ വിഷ്വലൊക്കെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ ഇതിനകത്തൊരു മൂവി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 4K വീഡിയോസ് ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്യാമറ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മോഡലിൽ 50 മെഗാ പിക്സലാണ് നൽകിയത്. എന്നാൽ ഇത്തവണ അത് 50 മാറി ഒരു 200 മെഗാ പിക്സലിലോട്ട് മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 12 മെഗാ പിക്സൽ അൾട്രാ വൈഡെങ്കിലും ഒരു 10 മെഗാ പിക്സലിൻ്റെ ഒരു ടെലി ലെൻസും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മാക്സിമം നമുക്ക് 8K വരെ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചേഴ്സ് അത് നോർമലി സാംസങ്ങിൻ്റെ മുന്നേ ഉള്ള സീരീസിലുള്ള ഫോണുകളിലൊക്കെ ഉണ്ട്. അത് ഈ ഫോണിലും ഉണ്ട്. 8Kയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ അത് മാക്സിമം ഒരു 4K വരെയാണ് നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ടെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതിനകത്തെടുത്തൊരു വിഷ്വലാണ് ഈ കാണുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ വിഷ്വലാണ് കിട്ടിയത്. നല്ല ഡെപ്ത്തൊക്കെ നല്ല രീതിയിലാണ് അതിൻ്റെ കിട്ടുന്നത്. അതുപോലെ ഈ കാണുന്ന ഡിസ്പ്ലേ 6.5 ഇഞ്ച് ഡിസ്പ്ലേ, ഇതിനും ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. ഗൊറില്ല വിക്ടേഴ്സ് 2 ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ കാണുന്ന ക്യാമറ 10 മെഗാ പിക്സലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മളെ മെയിൻ ഡിസ്പ്ലേ ഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേക്കകത്തൊരു ക്യാമറ വരുന്നുണ്ട്, അതും 10 മെഗാ പിക്സലാണ്. അതിലിതിൻ്റെ സ്റ്റോറേജ് 256 512 ഒക്കെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ. അതായത് നിങ്ങൾ 512, അതായത് ഒരു 256 GB പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 512 വേരിയൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് വാങ്ങുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഇതൊരു ആൻഡ്രോയിഡ് 16 വരുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ്. അതായത് സാംസങ്ങിൽ നിലവിൽ വേറെ ഒന്നിനും വന്നിട്ടില്ല ഈ ഒരു 16 വെർഷൻ. അപ്പം ഈ ഒരു ഡിവൈസ് ആൻഡ്രോയിഡ് 16 വരുന്നത്. പിന്നെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ പറയേണ്ടതില്ല. കാര്യം സ്നാപ്ഡ്രാഗൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈ എൻഡ് നല്ല പെർഫോം ചെയ്യുന്ന പ്രോസസ്സറായിട്ടുള്ള 8 Elite ആണ് നൽകിയിട്ടുള്ളത്. ഗെയിമിങ്ങിനൊക്കെ ഒരു രക്ഷയില്ല. യൂസ് ചെയ്ത് നോക്കി ഒരു നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അപ്പം ഏതായാലും നിങ്ങൾ എസ് സീരീസ് സ്മാർട്ട് ഫോണിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോൾഡ് സീരീസ് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും.